ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി ഹ്യൂമാനിറ്റിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. നമുക്കതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്ന് പോയി നോക്കാം. 1904 ജെ തോംസൺ ദി പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ്ലി ചാർജ് സ്പിയർ ഉണ്ടെന്നും അതിൽ ഇലക്ട്രോൺസ് ഒരു പുഡിങ്ങിൽ കാണുന്ന പ്ലംസ് പോലെ എംബഡ് ചെയ്തിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ്. അപ്പോഴാണ് 1913 അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ഏണസ്റ്റ് റുദർഫോർഡ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ 2 റിസർച്ച് അസിസ്റ്റൻസ് ആയിരുന്ന ഹാൻസ് ഗീഗറിൻ്റെയും ഏണസ്റ്റ് മാസ്ഡൻ്റെയും സഹായത്തോടെ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെറ്റപ്പ് ഇപ്രകാരമായിരുന്നു. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആൽഫ പാർട്ടിക്കിൾസിനെ വളരെയധികം വെലോസിറ്റിയിലൂടെ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചു. വളരെ തിക്നെസ് കുറഞ്ഞ ഗോൾഡ് ഫോയിലായിരുന്നു ടാർഗറ്റ് മെറ്റീരിയൽ. ഇതിന് ചുറ്റും ഒരു ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഒരു ഡിറ്റക്ടറായിട്ട് ആക്ട് ചെയ്തു. എക്സ്പെരിമെൻറ്റ് കൺക്ലൂഡ് ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് സത്യത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ആൽഫ പാർട്ടിക്കിൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഗോൾഡ് ഫോയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഒരു റിപ്പൾഷൻ നേരിടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ തോംസൻ്റെ മോഡൽ ശരിയായിരുന്നെങ്കിൽ വളരെ കുറച്ച് ആംഗിളിൽ മാത്രമായിരുന്നതിനെ സ്കാറ്ററിംഗ് സംഭവിക്കുക. എന്നാൽ ഭൂരിഭാഗം പാർട്ടിക്കിൾസും സ്കാറ്ററിംഗ് സംഭവിക്കാതെ ആയിരുന്നു ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം മോർ ദാൻ 90 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്തു. ഈ റിസൾട്ട്സ് റുദർഫോർഡ് അനലൈസ് ചെയ്തപ്പം അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. ഒരു ആറ്റം മോസ്റ്റ്ലി എംപ്റ്റി ആണെന്നും പിന്നെ അതിൻ്റെ കോറിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡെൻസായിട്ട് പാക്ക് ചെയ്ത പോലെ ആയിരിക്കും എന്നും അയാൾ പ്രപ്പോസ് ചെയ്തു. ഇതിനെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് അയാൾ വിളിച്ചു. ഇന്ന് ശാസ്ത്രലോകത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ന്യൂക്ലിയർ ഫിസിക്സ്.